നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു എന്നല്ലേ? അബൌട്ട് എനേബിളിംഗ് സെൽഫ് എനേബിളിങ്ങിനെ കുറിച്ച്. സി സെൽഫ് എനേബിളിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഈ മൃഗങ്ങളുടെ കുട്ടികൾ, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ജനറ്റിക്കലി അങ്ങനെ ഒരു എനേബിൾഡ് മോഡുണ്ട് അവർക്ക്, എനേബിൾഡ് മോഡ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഫാസ്റ്റായിട്ട് അവർ ആക്റ്റീവ് ആവുകയും സർവൈവ് ചെയ്യുകയും ചെയ്യുന്നത് കാണാം. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആക്റ്റീവ് ആവുക, എനേബിൾ ആവുകയും ചെയ്യില്ല. കുട്ടി ഇങ്ങനെ വെറുതെ കരയും. അപ്പോൾ ഓരോ കരച്ചിലിൻ്റെ അളവും കാര്യങ്ങളും വെച്ചിട്ടാണ് അതിൻ്റെ റിസർച്ചുകളൊക്കെ പറയുന്നത്. ഒരു കരച്ചിൽ ഇന്ന കാര്യത്തിലാണ്, രണ്ട് കരച്ചിൽ ഇന്ന കാര്യത്തിലാണ്, ആ സൗണ്ട് ഇന്നതിനാണ്, ഈ സൗണ്ട് ഇങ്ങനെ, അങ്ങനെയൊക്കെ ഇപ്പം വീഡിയോസൊക്കെ അങ്ങനെ കാണാറുണ്ടാവും, റിസർച്ച് റിപ്പോർട്ടുകൾ എന്നുള്ള രൂപത്തിൽ. ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതൊരു നീഡ് ബേസ്ഡ് റിയാക്ഷനാണ് മനുഷ്യൻ്റെ കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു നീഡ് ബേസ്ഡ് റിയാക്ഷൻ ഇപ്പോഴും മനുഷ്യൻ്റെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവുന്ന പോലെ ഉണ്ടാവില്ല. പുതിയ അമ്മയും അച്ഛന്മാരും കുറേ ആൾക്കാരുണ്ടല്ലോ അത് കേൾക്കുന്നത്, അവർക്ക് അറിയണമെന്നില്ല. ബട്ട് ഈ മൃഗങ്ങളുടെ വിഷയത്തിൽ, ജന്തുക്കളുടെ വിഷയത്തിലൊക്കെ അതൊക്കെ ഒരു സിസ്റ്റം ജനറ്റിക്കലി ഉള്ളത് കൊണ്ട് തന്നെ മണിക്കൂറുകൾ കൊണ്ട് ഇതെല്ലാം ആക്റ്റീവ് ആവും. അപ്പോൾ ഒരു നീഡ് ബേസ്ഡ് റിക്വയർമെൻറ്റും വോയിസും നോയ്സിനും ഒന്നും വിഷയം വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ എനേബിളിങ്ങിൻ്റെ പ്രോസസ്സ് ഏറ്റവും കൂടുതൽ റിക്വയർ ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ, ഹോമോസാപ്പിയൻസ്. അപ്പോൾ ഹോമോസാപ്പിയൻസിന് എനേബിളിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഓരോ വിഷയത്തിലും പഠിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഡെവലപ്പ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ ജോലി. അപ്പോൾ നമ്മൾ എനേബിൾ ആവുന്ന ക്വാളിറ്റിയിൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അപ്പോൾ എഴുന്നേൽക്കുന്നത് പോലെ തന്നെ ആക്ഷനുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോ പ്രവൃത്തി, ഇപ്പോൾ ബിഹേവിയർ സെറ്റ് ചെയ്യുന്ന സമയത്ത്, ബിഹേവിയർ സെറ്റ് ചെയ്യുന്നത്, ക്യാരക്ടർ സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ നമുക്ക് വേണ്ടി കുറച്ചൊക്കെ ചെയ്തു തന്നതാണ്. പിന്നെ നമ്മളുടെ ക്വാളിറ്റി ഇന്നതാണ്, എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി എൻ്റെതാണ്, ഞാൻ ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് ലിവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു യുണീക്ക്നെസ്, ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നതോടു കൂടി എന്താ സംഭവിക്കാന്ന് പറയും, അപ്പം നമ്മൾ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ടാവും. അപ്പം നമ്മൾ നമ്മളെ തന്നെ എനേബിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എനേബിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജുകൾ പറയാം. അങ്ങനെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് നടക്കും. വി സെറ്റ് എ സ്റ്റാൻഡേർഡ് ഫോർ us. നമുക്ക് വേണ്ടി നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. അപ്പം നമുക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പം ആ സ്റ്റാൻഡേർഡ് ആയിരിക്കും അടുത്ത തലമുറക്കോ നമ്മളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പാസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ പോലും, നമ്മുടെ ബന്ധുക്കളായിരുന്നാലും, നമ്മളെ കാണുന്നവരായിരുന്നാലും, നമ്മുടെ കൊളീഗ്സ് ആയിരുന്നാലും, നമ്മളുടെ കയ്യിലുള്ള, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്വാളിറ്റി, ഒരു സ്റ്റാൻഡേർഡ്, ഒരു ബിഹേവിയറിലോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിലോ നേച്ചറിലോ അതല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡിലോ എനി ഏരിയയിലുള്ള ഒരു സ്റ്റാൻഡേർഡ്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അത് പാസ് ചെയ്യുക എന്നുള്ളത് ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരു എനേബിളിംഗ് ആണ്. കൺസീൽഡ് എനേബിളിംഗ്, അതായത് നമുക്ക് ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം എനേബിൾ ചെയ്താൽ കൺസീൽഡ് എനേബിളിംഗ് തന്നെയാണ്. അപ്പോൾ ഒരു കക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക, കക്കുന്നതിന് അല്ലെങ്കിൽ മോഷണം നടത്തുന്നതിന് വേണ്ടി പഠിപ്പിക്കുക, മോഷ്ടിച്ച് കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാതിരുന്നാൽ പോലും അത് കാണുന്ന ഒരാൾക്ക് കൺസീൽഡ് ആയിട്ടുള്ള ഒരു എനേബിളിംഗ് ഉണ്ടാവും. അപ്പോൾ കുട്ടികളോട് രക്ഷിതാക്കൾ പറയാറില്ലേ, ഫോൺ എടുത്തിട്ട് ഇവിടെ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കും മോനെ എന്ന് പറയുമ്പം ആ കുട്ടി ഏൽപ്പിക്കപ്പെട്ട ദൗത്യം കുട്ടി ചെയ്യുന്നതോടുകൂടി കുട്ടി കൺസീൽഡ് ആയിട്ട്, കുട്ടി വിസിബിൾ അല്ലാത്ത രൂപത്തിൽ കുട്ടി ഒരു എനേബിളിംഗ് നടക്കുന്നുണ്ട്. മോശമായ ഒരു ക്യാരക്ടർ കുട്ടിയിൽ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷിതാവ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ എനേബിൾ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ചാലഞ്ചിങ് ജോബ്. പാരന്റിങ് ആർട്ടാണെന്നൊക്കെ നമ്മൾ പറയും, പാരന്റിങ് ഈസി ആണെന്ന് പറയും. നമ്മളുടെ നേരത്തെ തന്നെ സെഷനിൽ പാരന്റിങ് ഈസി ആണെന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് എനേബിൾ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ്, ഒരു പഠനം, ഒരു എൻറിച്ച്മെന്റ് നമുക്ക് ഉണ്ടാവണം. അല്ലാതെ ഇരുന്നാൽ നമ്മൾ ഭയങ്കര ഫെയിലിയർ ആവും. അപ്പൊ കുട്ടിയുടെ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനം? ബ്രാൻഡ് ഓഫ് എ കുട്ടി, ഒരു കുട്ടിയിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് രക്ഷിതാക്കളുടെ ഏറ്റവും പ്രധാനം. അപ്പൊ ബ്രാൻഡ് എനേബിളിംഗ് ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു കുട്ടിയുടെ ബ്രാൻഡ് എനേബിളിംഗ്
കുട്ടിക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ ബ്രാൻഡഡ് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കലല്ല. കുട്ടിയുടെ ക്വാളിറ്റി, കുട്ടിയുടെ ക്യാരക്ടർ, കുട്ടിയുടെ വേർഡ്സ്, വൊക്കാബുലറി, കുട്ടിയുടെ ബിഹേവിയർ, കുട്ടിയുടെ നേച്ചർ, ജനറ്റിക്കലായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും പരിധി വരെ നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. മെല്ലെ 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 ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ചേഞ്ച് ചെയ്ത് വരാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ ഓരോന്നിനെ കുറിച്ചും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എനേബിളിങ്ങിനെ കുറിച്ച്, ബ്രാൻഡ് എനേബിളിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാലാണ് എൻ്റെ കുട്ടി ഏത് സ്റ്റാൻഡേർഡിലേക്ക് പോകണം, ഏത് ബ്രാൻഡിലേക്ക് പോകണം, ഏത് ഏത് ക്വാളിറ്റിയാണ് അവൻ ഹെബിറ്റ് ചെയ്യേണ്ടത്. ചില കണ്ടാൽ നമ്മൾ പറയും, ഓ നിന്റെ അച്ഛൻ്റെ അതേ തന്നെയാണല്ലോ അത്, ഇന്നാളുടെ മോനാന്ന് മോളെന്ന് കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ആ പ്രവൃത്തി കണ്ടത് എനിക്ക് മനസ്സിലായി ഇന്നാളുടെ ആരോ ആണല്ലോ എന്നൊക്കെ പറയാറുണ്ട് ചില ആൾക്കാർ. ഇതിലേക്ക് കമന്റ് അടിക്കുന്നതിനൊക്കെ ബേസിക് റീസണുകൾ ഈ എനേബിളിംഗ്, സ്ട്രേറ്റ് എനേബിളിംഗ്, ജനറ്റിക്കൽ എനേബിളിംഗ് വിസിബിൾ ആയതുകൊണ്ടായിരിക്കാം, DNA എനേബിളിംഗ് വിസിബിൾ ആയതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഈ കുട്ടി അച്ഛനെയും അമ്മയും കോപ്പി ചെയ്തിട്ട് എനേബിൾ ചെയ്ത ഒരു ബ്രാൻഡിങ് ഉണ്ടാവുമായിരിക്കാം. ഇനിയേ ഇത്തരത്തിലുള്ള ബ്രാൻഡ് എനേബിളിംഗ് പ്രോസസ്സ് നിർബന്ധമായിട്ട് വേണം. ഇതൊരു ആക്ഷൻ്റെ ഒരു പാർട്ടാണ്. അപ്പം നമുക്ക് ഒരു ജോലി ആണ് ശരിക്കും പാരന്റിങ്. ഒരു ചെറിയ അതല്ല, കുറച്ച് വലിയ ജോലിയാണ്. അപ്പോൾ ആക്ഷൻസിൽ ഈ എനേബിളിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഷെരീഫ് ഉസ്താദ് വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് കുട്ടീനെ നിങ്ങൾ കൊണ്ടുവെക്കുമോ എന്ന് പറയുന്ന അച്ഛനും അമ്മയുണ്ട്, കണ്ണൻ്റെ. ആ സമയത്ത് അവർ കൊണ്ടുപോയിട്ട് കോച്ചിൻ്റെ അടുത്ത് പൂജയുടെ അടുത്ത് കൊണ്ടാക്കുന്നതും പിന്നീട് അവൻ ചേനാമൻ ബോളറായി മാറുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞു. അവിടെ ആക്ഷൻ എനേബിളർ ആവുന്നത് ആ കുട്ടിയിൽ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് കണ്ടെത്തുമ്പം അതിനകത്തേക്ക് അങ്ങനത്തെ ഒരു ബ്രാൻഡിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോവുകയാണ് കുട്ടിയുടെ മെന്ററോ കോച്ചോ കുട്ടിയുടെ പുറത്തു നിന്ന് കുട്ടിയെ ഒബ്സർവ് ചെയ്ത ആളോ ചെയ്തത്. ഇത്തരത്തിലുള്ള ഹെൽപ്പുകൾ, നമ്മൾ എക്സ്റ്റേണൽ ഹെൽപ്പുകളെ കുറിച്ച് പറയാം. അതിന് മുമ്പ് നമ്മൾ ഇന്നർ സർക്കിൾ ചേഞ്ചുകളെ കുറിച്ച്, ആക്ഷനുകളെ കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതൊരു ഇന്നർ സർക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള, സർക്കുലറിന്റെ ഉള്ളിലുള്ള ഒരു ആക്ഷൻ എനേബിളിംഗ് പ്രോസസ്സുകളാണ്. അപ്പോൾ സർക്കുലർ, ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിനെ എനേബിൾ ചെയ്ത് കൊണ്ടുവരണം. ഇപ്പൊ പെൺകുട്ടികളെ എനേബിൾ ചെയ്യാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല, ആൺകുട്ടികളെ എനേബിൾ ചെയ്യാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. ജനറ്റിക്കൽ മാൽഫങ്ഷൻസ് നടക്കുന്ന രൂപത്തിലുള്ള ജനറ്റിക്കൽ ചേഞ്ചസ് സംഭവിക്കാൻ സാധ്യതയുള്ള ഫുഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മനസ്സിലാവാത്ത രൂപത്തിൽ രക്ഷിതാക്കൾ അത്തരത്തിലുള്ള ഫുഡുകളൊക്കെ തന്നെ കുട്ടികൾക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും കുട്ടികൾ ജനറ്റിക്കൽ മാൽഫങ്ഷൻ ആയിട്ട് കുട്ടികളുടെ ഫങ്ഷൻ തന്നെ തകരാറിലാവുകയും ജെൻഡർ ഓപ്പോസിറ്റായി മാറുകയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ പല ഇഷ്യൂസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം എനേബിളിംഗ് പ്രോസസ്സിന്, ആക്ഷൻ എനേബിളറാണ് നിങ്ങളെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഗുരുതരമായ അപകടത്തിലേക്കാണല്ലോ കൊണ്ടുപോയത്, ഇതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ലേ എന്നുള്ള ചിന്തകൾ നമുക്കുണ്ടാവാം. അപ്പോൾ ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് കാണാം. നമ്മളൊരു ആക്ഷൻ എനേബിളറാണ്. സർക്കിളിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, പെൺകുട്ടീനെ നോക്കുന്നത്, ആൺകുട്ടീനെ നോക്കുന്നത്, എല്ലാം നമ്മുടെ കാര്യം പറഞ്ഞു. ഇനി കുട്ടികൾ നോക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എനിവേ, try to do the best, try to be the best enabler. Have a great day and God bless. Thank you so much. Love you.